ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിരുന്ന ഒരു സ്റ്റോറിയുടെ പാർട്ട് 2 ആയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ കൊടുത്തേക്കാം. അത് കേട്ടിട്ട് ബാക്കി നിങ്ങൾ കേൾക്കണേ. പറയച്ചായ, അവൾ പറഞ്ഞു. നീ എവിടാ? റിട്ടേൺ ആണ്, ബസ്സിൽ. അവിടെ ഒരു 2 മണിയാകുമ്പോൾ എത്തും. അവരുടെ സംസാരത്തിനിടയിൽ ശരത്ത് ചില വികൃതികൾ കാണിക്കാൻ തുടങ്ങി. അവിടെ എങ്ങനെയുണ്ടായിരുന്നു? അയാൾ ചോദിച്ചു. സൂപ്പർ, കുഴപ്പമില്ലായിരുന്നു. എല്ലാവരുമായി നല്ല കമ്പനിയായിരുന്നു. അവനോടും അവൻ്റെ വികൃതികളോടും പൂർണ്ണമായും സഹകരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അച്ചായനോ? കുഴപ്പമില്ല, നീ വേഗം വാ എന്ന്. എന്തു പറ്റി? കൺട്രോൾ പോയോ? അവൾ ചിരിച്ചു. ശരത്തിൻ്റെ കൈത്തലത്തിന് മീതെ തൻ്റെ കൈത്തലവും നൽകിക്കൊണ്ട് അവൾ അവനെ നോക്കി. പിന്നെ മിണ്ടരുത് എന്ന ആംഗ്യം കാണിച്ച് അവൾ ഹെഡ്ഫോണിൻ്റെ ഒരു സ്റ്റഡ് അവൾ ശരത്തിൻ്റെ ചെവിയിൽ വെച്ചു. പിന്നെ അല്ലാതെ 2 ദിവസമായില്ലേ നിൻ്റെ ചൂട് അച്ചായൻ അറിഞ്ഞിട്ട്? ജെന്നിഫറും ശരത്തും പരസ്പരം മുഖത്ത് നോക്കി. അവരുടെ സംസാരം അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അച്ചായനുമായി ഫോണിൽ സംസാരിക്കുകയും ശരത്തിന് വേണ്ടുന്ന രീതിയിലെല്ലാം സഹകരിച്ചും ജെന്നിഫർ ഇരുന്നു. ഫോണിലെ സംസാരം അതിര് കടക്കും തോറും ഒരു ചെവിയിലൂടെ അത് കേട്ടുകൊണ്ടിരുന്ന ശരത്തിൻ്റെയും വികൃതികൾ കൂടിക്കൊണ്ടിരുന്നു. ജോസഫ് ഒരു ഫോണിലൂടെ പെട്ടെന്നൊരു ജോക്കടിച്ചപ്പോൾ ജെന്നിഫർ ചോദിച്ചു, എവിടെ മാത്രമെന്ന്? ജെന്നിഫർ അബദ്ധം പറ്റിയതുപോലെ ശരത്തിനെ നോക്കി. അച്ചായ, ഞാനിപ്പോൾ ബസ്സിലാണ്. അടുത്തൊക്കെ ആളുണ്ട്. അത് ഒന്നും ഞാൻ പറയില്ല. എന്നിട്ട് ഈ പറഞ്ഞതൊക്കെ ആളുകൾ കേട്ടില്ലേ? അതുപോലെയാണോ അച്ചായൻ ഇപ്പോൾ ചോദിച്ചതിൻ്റെ പേര് പറയുന്നത്? അത് തെറിയല്ലേ? ശരത്ത് കുഴപ്പമില്ല എന്നർത്ഥത്തിൽ അവളുടെ നേരെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. പോടി, സാരമില്ല മോളെ. എടി, വല്ലാതെ കഴപ്പെടുക്കുക. ഒന്ന് പറമെണ്ണേ, എവിടെ മാത്രം അത് വേണ്ടത്? ജെന്നിഫർ വീണ്ടും ചുറ്റും നോക്കി. പിന്നെ ശരത്തിനെ നോക്കി. പിന്നെ ശബ്ദം താഴ്ത്തി ജോസഫ് കേൾക്കാൻ കൊതിച്ച ആ കാര്യം പറഞ്ഞു. എൻ്റെ പെണ്ണെ, നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു. ബസ്സിൽ വെച്ച്, പബ്ലിക്കായ ഒരു സ്ഥലത്ത് വെച്ച് നീ ഇതൊക്കെ പറഞ്ഞല്ലോ. മിടുക്കി. അവൾ നാണത്തോടെ ശരത്തിനെ വീണ്ടും വീണ്ടും നോക്കി. അവൻ മിടുക്കി എന്നർത്ഥത്തിൽ അവളെ നോക്കി കൈമുദ്ര കാണിച്ചു. പിന്നെ എവിടെയൊക്കെയാ വേണ്ടേ? അച്ചായ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബസ്സിലാണ്. ഞാൻ എങ്ങനെയാ? പിന്നെ ഇങ്ങനെയൊക്കെ പറയാമെങ്കിലാണോ ബാക്കിയൊക്കെ? ഉള്ളതിൽ ഏറ്റവും ഗ്രേഡ് കൂടിയതാണ് ഇപ്പോൾ നീ പറഞ്ഞ്. അത് ഈസിയായി ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ വെച്ച് പറയാമെങ്കിൽ, അതും ഒത്തിരി ആൾക്കാരുടെ ഇടയിൽ വെച്ച് പറയാമെങ്കിൽ, ബാക്കിയും കൂടെ പറഞ്ഞാൽ എന്നാ? പറയൂവെന്നർത്ഥത്തിൽ ശരത്ത് അവളുടെ നേരെ നോക്കി ആംഗ്യം കാണിച്ചു. പറ പെണ്ണേ, ജോസഫ് വീണ്ടും പറഞ്ഞു. സാധാരണ അച്ചായൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അച്ചായന് ഞാൻ പറഞ്ഞ് കേൾക്കണല്ലേ? വേണം. ഇങ്ങനെ ഒരു മുള്ളുമുരുക്ക്. നീ മുള്ളയിലും മുരിക്കയിലും ഒന്നും കയറാതെ കാര്യം പറ പെണ്ണേ. ജെന്നിഫർ ഫോണിലൂടെ ജോസഫിന് വേണ്ടതൊക്കെ പറഞ്ഞ് കോരിത്തരിപ്പിച്ചുകൊണ്ടിരുന്നു. അടുത്തിരുന്ന് ഇതൊക്കെ കേട്ട് ശരത്തും പുളകം കൊണ്ടു. കുറേ നേരം അച്ചായനെ ഫോണിലൂടെ സന്തോഷിപ്പിച്ച ശേഷം, ഇനി എന്തായാലും വേണ്ട. കുഞ്ഞു ചെക്കനൊന്നുമല്ല, കുറച്ചൊക്കെ പ്രായമായി. അച്ചായൻ ഉറങ്ങിക്കോ, ഞാൻ അപ്പോഴത്തേക്കും അവിടെ എത്തിക്കോളാം. ഫോൺ കട്ടായി. നിങ്ങളാൾ കൊള്ളാലോ മാഡം, ശരത്ത് ചിരിച്ചു. നിങ്ങൾ രണ്ടും ശരിക്കും പുലിയും സിംഹമാണല്ലോ. തിരുവനന്തപുരം ഭാഷയെ പറഞ്ഞാൽ നല്ല പൊളപ്പൻ ലാംഗ്വേജൊക്കെ ആണല്ലോ പറയുന്നേ. ജെന്നിഫർ പുഞ്ചിരിച്ചു. ബെഡ്റൂമിൽ അച്ചായൻ അങ്ങനെയൊക്കെ പറയണമെന്ന് നിർബന്ധമാ മോനു, അവൾ പറഞ്ഞു. എനിക്കിഷ്ടമൊന്നുമല്ല. പിന്നെ ശരിക്കും നല്ല മൂഡൊക്കെ ആവുമ്പോൾ അത് അച്ചായനെ ശരിക്കും ത്രില്ലടിപ്പിക്കുന്നതാണെന്നറിയുമ്പോൾ ഞാനും പറയും. ശരിക്കും ഇതെല്ലാം കേട്ട് ശരത്തിന് മൂഡായി. ബസ്സിലിരുന്ന് ജെന്നിഫർ ടീച്ചറുമായി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ശരത്തിന് വേണ്ടി എല്ലാത്തിനും സഹകരിച്ചു കൊടുക്കാൻ അവൾക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ആരോ ഇറങ്ങാൻ വേണ്ടി ബസ്സിനുള്ളിൽ വെളിച്ചം വീണിരുന്നു. അവരിരുവരും ഒരുമിച്ച് പറഞ്ഞു. പിന്നെ പരസ്പരം മുഖത്ത് നോക്കി ചിരിച്ചു.
കണ്ണാടിപ്പറമ്പിലെ തറവാട്ട് വീട്ടിൽ ജെനിഫർ എത്തുമ്പോൾ സമയം 2 കഴിഞ്ഞിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ വീടിൻ്റെ പരിസരത്തോ വരാന്തയിലോ ഒന്നും ആരെയും കണ്ടില്ല. ഓട്ടോയുടെ ശബ്ദം കേട്ട് പപ്പായോ മമ്മിയോ ഇറങ്ങി വരുമെന്ന് അവൾ കരുതിയത് നടന്നില്ല. എവിടെ പോയി? ജോച്ചായ മിക്കവാറും കടയിലായിരിക്കും. സമയം 10 കഴിയാതെ കക്ഷിയെ പ്രതീക്ഷിക്കേണ്ടതില്ല. ജിഷയും കാണുന്നില്ലല്ലോ. ജോയുടെ ഭാര്യയാണ് ജിഷ. 2 മക്കളാണ് അവർക്ക്. ഒരുത്തൻ ചെന്നൈയിൽ MRFൽ, മകൾ ഭർത്താവിനോടൊപ്പം നെതർലാൻഡിൽ. അകത്തേക്ക് കയറിയപ്പോൾ ചെറിയ ശബ്ദത്തിൽ TV-യുടെ ശബ്ദം കേട്ടു. ഓഹോ! അകത്തേക്ക് കയറി TV-യുടെ മുമ്പിലിരിക്കുന്ന മത്തായിയെയും സാറാമ്മയെയും കണ്ടിട്ട് അവൾ ഉച്ചത്തിൽ പറഞ്ഞു. അവളെ കണ്ട് അവർ എഴുന്നേറ്റു. എന്നാ, 2 കൂടി വല്ല പ്രേത സിനിമയും കാണുവാണോ? തന്നെ ഒരുമിച്ച് ആശ്ലേഷിച്ച മാതാപിതാക്കളോട് അവൾ ചോദിച്ചു. ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന ഓർമ്മ വേണേ, വല്ല അസല് പ്രേതവും വന്നാൽ പെട്ടുപോകും. നീ ഒന്ന് പോടി, സാറാമ്മ മകളോട് പറഞ്ഞു. ഞങ്ങളെ ഈ കോലത്തിൽ കണ്ട പ്രേതം പിടിച്ചിട്ട് ഈ വഴിയൊന്നും വരത്തില്ല. എന്നതാ കൊച്ചേ, നീ അങ്ങ് വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോടി മോളെ, മത്തായി മകളോട് പറഞ്ഞു. പിന്നെ, ജെന്നിഫർ ഒച്ചയിട്ടു. എന്നെ എപ്പോൾ കണ്ടാലും പപ്പാക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ. അതൊക്കെ കേട്ട് ഞാൻ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ വലിച്ചു വാരി തിന്നും. എന്നിട്ട് തടി കൂടിയിട്ട് എനിക്കിപ്പോൾ ശ്വാസം പോലും വിടാൻ പറ്റുന്നില്ല. എന്നിട്ടാ? എന്നാ തടി? എവിടെ തടി? ഒന്ന് പോടി. സാറാമ്മ ജെന്നിഫറിൻ്റെ ചന്തിയിൽ പതിയെ അടിച്ചു. നീ എവിടെയാ നന്നായേ അതിന്? ഷേ, ഈ മമ്മി. അവരവളെ സോഫയിൽ പിടിച്ചിരുത്തി. അവൾ സാറാമ്മയുടെ നേരെ താൻ കൊണ്ടുവന്ന പാക്കറ്റ് നീട്ടി. സാറാമ്മ അത് അഴിച്ചു. കുറേ പലഹാര പാക്കറ്റുകളും പിന്നെ മക്ഡൊവൽസിൻ്റെ ഒരു ഫുൾ ബോട്ടിൽ വിസ്കിയും അതിലുണ്ടായിരുന്നു. ഇത് ഒറ്റയടിക്ക് അകത്താക്കാനുള്ളതല്ലേ? അവൾ ചിരിച്ചുകൊണ്ട് ഭീഷണി നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. വേണ്ട എന്ന് അച്ചായനോട് ഞാൻ പ്രത്യേകം പറഞ്ഞതാ. പിന്നെ പതിവ് തെറ്റിക്കണ്ട, കുഴപ്പമില്ല എന്നൊക്കെ അച്ചായൻ പറഞ്ഞതുകൊണ്ട് മാത്രം കൊണ്ടുവന്നതാ. നീ പോടി, ചിരിച്ചുകൊണ്ട് സാറാമ്മ പറഞ്ഞു. ആ നല്ല മരുമോൻ്റെ ഒരു ഗുണവും നിനക്കില്ലല്ലോ എൻ്റെ പെണ്ണെ. അത് പോട്ടെ, പെട്ടെന്ന് ഓർമ്മിച്ച് ജെന്നിഫർ പറഞ്ഞു. എന്തിയേ ജിഷ ചേച്ചി? പെട്ടെന്ന് സാറാമ്മയുടെ മുഖം മാറി. എന്നതാ മമ്മി, എന്നതാന്നേ കാര്യം? അവൾ ടൗണിലേക്കാന്നും പറഞ്ഞ് പോയതാ എൻ്റെ കൊച്ചേ, മത്തായി അസന്തുഷ്ടതയോടെ പറഞ്ഞു. അതിനിപ്പോൾ എന്നാ, വല്ല സാധനവും മേടിക്കാൻ പോയതായിരിക്കും. സാധനം? സാറാമ്മ അമർഷത്തോടെ പറഞ്ഞു. വീട്ടിലുള്ള സാധനം എവിടെയെങ്കിലും പോയി വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ മോളെ? മത്തായി ആരോടൊന്നില്ലാതെ പറഞ്ഞു. അതെന്നതാ? എൻ്റെ പൊന്നു കൊച്ചേ, നിന്നോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നീ വെറും പൊട്ടിയാ. ജോ ഉള്ളപ്പം അവൾക്ക് വേറെ ആണുങ്ങളുടെ കൂടെ പോകേണ്ട വല്ല കാര്യമുണ്ടോ? ജെന്നിഫർ അവരെ മാറി മാറി നോക്കി. ആരാ ആള്? അവൾ ചോദിച്ചു. ടൗണിൽ മലഞ്ചരക്ക് കച്ചവടം നടത്തുന്ന നൗഷാദ്, അയാളാള്. ജെന്നിഫറിന് ആ വാർത്ത അത്ഭുതമായി തോന്നിയില്ല. മുമ്പൊക്കെ അവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഒരു പന്തികേട് താൻ കണ്ടത് അവൾ ഓർമ്മിച്ചു. അതെന്തേലും ആകട്ടെ, അതിനെ കുറ്റം വിധിക്കാൻ എന്തായാലും തനിക്ക് കഴിയില്ല. മകൻ്റെ പ്രായത്തേക്കാൾ താഴെയുള്ള ഒരാൺകുട്ടിയുമായി പ്രണയത്തിലാണ് താൻ അവനിലേക്ക് ആകർഷിക്കപ്പെട്ടതുപോലെ എന്തെങ്കിലും ഒരു കാരണമോ ന്യായമോ ജിഷയ്ക്കും പറയാനുണ്ടാവും. സേഫായ ഒരു ഫിലോസഫി എല്ലാത്തരം അരുതായിക ചെയ്യുമ്പോഴും ഉണ്ട്. തൻ്റെ ഫിലോസഫി ഇതാണ്: ചെയ്യുന്നതിൻ്റെ ബേസ് സ്നേഹമാണെങ്കിൽ അത് കുറ്റമാകുന്നില്ല. അവൾ പുഞ്ചിരിച്ചു. അമ്മയുടെ അച്ഛൻ്റെയും കൂടെ പറമ്പിലും തൊടിയിലുമൊക്കെ ചുറ്റിക്കറങ്ങുമ്പോൾ അവളുടെ മൊബൈലിലേക്കൊരു കോള് വന്നു. ശരത്താണ്. മാം, വീട്ടിലെത്തിയോ? വന്നിട്ട് 1 മണിക്കൂറായി. നീ എവിടെയാ? ഓ, 1 മണിക്കൂർ മുമ്പ് വന്നോ? ഗുഡ്. ഞാൻ ദാ ഇപ്പോൾ എത്തി. ജസ്റ്റ് ലാൻഡ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, എന്നാൽ വിശ്രമിക്ക്. പറ്റുമെങ്കിൽ അല്പം ഒന്ന് ഉറങ്ങിക്കോ. ഓക്കെ, ശരി മാം. രാത്രി 11 കഴിഞ്ഞല്ലേ? ആ ആൽമരത്തിൻ്റെ ചുവട്ടിൽ. ആ അതെ. അപ്പോൾ അവൾ ഫോൺ കട്ടാക്കി. ആരാടി? സാറാമ്മ ചോദിച്ചു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാ, നല്ല ടീച്ചർ. സ്വരത്തിൽ സ്വാഭാവികത വരുത്തി അവൾ പറഞ്ഞു. തൊടിയിലൂടെ പച്ചിലച്ചാർത്തുകളുടെ മേൽക്കൂരയ്ക്ക് കീഴെ നടക്കുമ്പോൾ അവൾ കൗമാരക്കാരിയായി.
ഇതിലൂടെ എത്രയോ പ്രാവശ്യം താൻ ബെന്നിയുടെ കൈപിടിച്ച് നടന്നിട്ടുണ്ട്. ഓരോ മൺതരിയിലും ഓരോ ഇലച്ചാർത്തിലും അവൻ്റെ ഗന്ധമുണ്ട്. അവളിൽ നിന്ന് ദീർഘനിശ്വാസങ്ങൾ പൊഴിഞ്ഞു. മത്തായിയും സാറാമ്മയും വാ തോരാതെ ഓരോന്ന് അവളോട് പറയുന്നുണ്ടായിരുന്നെങ്കിലും വിങ്ങുന്ന മനസ്സോടെ അവൾ ആ കാലമൊക്കെ ഓർത്തെടുക്കുകയായിരുന്നു. എടി കൊച്ചേ, സാറാമ്മ പറഞ്ഞു, മിനിഞ്ഞാന്നാണോ ഇന്നലെയാണോ ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു നിന്നെ, കേട്ടോ? എന്നായിരുന്നു അത്? അവർ മത്തായിയോട് ചോദിച്ചു. ഓ, അയാൾ പെട്ടെന്ന് പറഞ്ഞു. സ്വപ്നമോ? ഏത് സ്വപ്നം? എന്നാ സ്വപ്നം? അയാൾ അവരുടെ വാക്കുകളെ അവഗണിച്ചു. പപ്പ ഒളിക്കാൻ ശ്രമിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. ഒളിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ഏത് തരത്തിലുള്ള കാര്യമായിരിക്കണം? എന്നാ മമ്മി, എന്നെയും ബെന്നീനെയാണോ കണ്ടത്? ജെന്നിഫർ പെട്ടെന്ന് ചോദിച്ചു. സാറാമ്മയും മത്തായിയും മുഖാമുഖം നോക്കി. നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു കാര്യം. ജെന്നിഫർ ചിരിച്ചു. എനിക്ക് ഇപ്പോൾ വയസ്സ് 40 കഴിഞ്ഞു. മെഡിസിന് പഠിക്കുന്നൊരു മോൻ്റെ അമ്മയാണ് ഞാനിപ്പം. അല്ലാതെ കുഞ്ഞുനാളിൽ പഞ്ചാര അടിച്ചുകൊണ്ട് നടന്ന ആ മൂക്കളച്ചാത്തി പെണ്ണല്ല. പഴയ കാര്യങ്ങളൊക്കെ കേട്ട് മനപ്രയാസം വരാൻ. എന്നിട്ടും അവരുടെ മുഖം തെളിഞ്ഞില്ല. അങ്ങനെയാണ് താൻ പറഞ്ഞത്. പക്ഷേ ബെന്നി, നിനക്കെന്നെ അറിയാം. എൻ്റെ കൂടെ തന്നെ അദൃശ്യനായി നീ നടക്കുന്നു, എൻ്റെ മനസ്സ് കാണുന്നു എന്നെനിക്ക് വ്യക്തമായി അറിയാം. പറയാൻ ഇഷ്ടമില്ലേ പറയണ്ട, ജെന്നിഫർ ആരോടെന്നില്ലാതെ പറഞ്ഞു. കേൾക്കാൻ എനിക്കത്ര താല്പര്യവും ഇല്ല. അതല്ലടി, സാറാമ്മ അനുനയ സ്വരത്തിൽ പറഞ്ഞു. നീയും ബെന്നിയും നിലാവത്ത് ആൽച്ചുവട്ടി നിൽക്കുന്ന സ്വപ്നമാണ് ഞാൻ കണ്ടത്. അതും വെളുക്കാറായപ്പം. എനിക്കാണെങ്കിൽ വല്ലാതങ്ങ് പേടിയാവുകയും ചെയ്തു. ജെന്നിഫറിൻ്റെ സകല രോമകൂപങ്ങളും എഴുന്നേറ്റ് നിന്നു അത് കേട്ടപ്പോൾ. ഉള്ളിൽ നിന്ന് അഗ്നിസ്ഫൂലങ്ങൾ ചിതറി വീഴാൻ തുടങ്ങി. ഈശോയെ, അവൾ സ്വയം അറിയാതെ ഉരുവിട്ടു. സത്യമായ കാര്യമാണല്ലോ മമ്മി സ്വപ്നമായി കണ്ടത്. രാത്രി നിറയെ നിലാവിൻ്റെയും നിഴലുകളുടെയും ചിത്രപ്പണികളായിരുന്നു. കാറ്റ് നിറയെ കുളിരുള്ള സുഗന്ധം. ജെന്നിഫർ ക്ലോക്കിലേക്ക് നോക്കി. 11 5 മിനിറ്റ്. അവൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. പിൻവാതിൽ തുറന്നു പുറത്തിറങ്ങി നിലാവിലൂടെ നടന്നു. കാറ്റു കൊണ്ടുവന്ന പാരിജാതത്തിൻ്റെ മണം ഓരോ ചുവടിലും കൂടിക്കൂടി വരുന്നത് പോലെ അവൾക്ക് തോന്നി. വർഷങ്ങൾക്ക് മുമ്പ് അതേ പിൻവാതിൽ തുറന്നു പുറത്തിറങ്ങുമ്പോൾ താൻ ധരിച്ചത് നീല നിറമുള്ള ബ്ലൗസും പാവാടയുമായിരുന്നെങ്കിൽ ഇന്നത് വെള്ള നിറമുള്ള നൈറ്റ് ഗൗൺ. വ്യത്യാസം അത്രമാത്രം. അകലെ നിന്നെ അവൾ ശരത്ത് നിൽക്കുന്നത് കണ്ടു. അവൻ്റെ ഉടുപ്പും വെള്ള നിറമായിരുന്നു. മാം, അവൻ പതിയെ വിളിച്ചു. മോനു. അവൾ ശബ്ദം അമർത്തി വിളി കേട്ടു. നൈറ്റി വൃത്തിയായി ധരിച്ചിരുന്നെങ്കിലും മുൻഭാഗത്തെ സിബ് അല്പം തുറന്നു കിടന്നിരുന്നു. ശരത്തിൻ്റെ ഹൃദയം ഉച്ചത്തിൽ മിടിക്കാൻ തുടങ്ങി. വരും നിമിഷങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന സാമ്യമില്ലാത്ത സുഖത്തിൻ്റെ ഓർമ്മയിൽ അവൻ്റെ ശരീരം മുഴുവൻ ത്രസിച്ചു. ജെന്നിഫർ താളത്തിൽ സാവധാനം നിലാവിലൂടെ തന്നെ സമീപിക്കുന്നത് നോക്കി നിൽക്കെ മുമ്പോട്ട് ഓടിച്ചെന്ന് അവളെ അമർത്തിപ്പുണർന്ന് തൻ്റെ നെഞ്ചിലേക്ക് അമർത്താൻ അവൻ കൊതിച്ചു. ശരത്തിൻ്റെ വായി തുറന്നിരുന്നു. ഒരഭൗമ സൗന്ദര്യ ബിംബം പോലെ അവൾ ആലിൻ ചുവട്ടിൽ നിൽക്കുന്ന തന്നെ സമീപിച്ചപ്പോൾ, മോനു. അവൻ്റെ തൊട്ടടുത്ത് അഭിമുഖമായി നിന്ന് ചുറ്റുപാടുകളിലേക്ക് കണ്ണുകൾ ഓടിച്ച് അവൾ അവനെ വിളിച്ചു. മാം. അവൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര വശ്യസുന്ദരമായി പുഞ്ചിരിച്ചു. ഇന്ന് രാത്രി നീ എന്നെ ജെന്നിഫർ എന്ന് വിളിച്ചാൽ മതി. കയ്യിലിരുന്ന മൊബൈല് സമീപത്തെ വലിയൊരു കല്ലിൻ്റെ പുറത്ത് വെച്ച് അവൾ പറഞ്ഞു. ശരത്തിൻ്റെ കണ്ണുകൾ വിടർന്നു. ഞാൻ നിൻ്റെ ടീച്ചറല്ലെന്ന്. ഇപ്പോൾ നീ എൻ്റെ സ്റ്റുഡൻറ്റും അല്ല. ഇപ്പോൾ ഇന്ന് രാത്രി. അവൾ അല്പം കൂടി അവനിലേക്ക് അടുത്തു. ഞാൻ ജെന്നിഫർ, നീ ശരത്ത്. അവളുടെ ചൂടുള്ള ഉച്ഛ്വാസവായു അവൻ്റെ കവിളിൽ, കണ്ണുകളിൽ, ചുണ്ടുകളിൽ തൊട്ടു. വിളിക്കെന്നെ. അവളുടെ കൈകൾ അവൻ്റെ തോളിൽ അമർന്നു. ജെന്നിഫർ. ജനിമൃതികൾക്കപ്പുറത്ത് നിന്ന് ഇളം ചുവപ്പുള്ള തണുത്ത കിരണങ്ങൾ തങ്ങളെ മൂടുന്നത് പോലെ ജെന്നിഫറിന് തോന്നി. അവളുടെ ചൂടുള്ള സ്പർശനത്തിന് മുമ്പിൽ തപിക്കുന്ന ദേഹത്തോടെ കാമലോലുപനായി ശരത്ത് വിസ്മയചിത്തനായി നിന്നു. ശരത്ത്, എൻ്റെ മോനെ. ഞാനിപ്പോൾ ബെന്നി കാത്തിരുന്ന പെണ്ണായി, വെറും പെണ്ണായി മാത്രമാ നിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്.
അവൾ അവനെ തന്നിലേക്ക് വലിച്ചടിപ്പിച്ചു. അന്ന് ബെന്നി ചെയ്യാൻ ആഗ്രഹിച്ചതൊക്കെ നീ എന്നെ ചെയ്യേ. ശരത്ത് അപ്പോഴും വിസ്മയം മാറാതെ നിൽക്കുകയാണ്. ഇന്ന് രാത്രി അത് സംഭവിക്കുമെന്ന് ഉറപ്പിച്ചതാണ്. രണ്ടുപേരും അതിനായി ഒരുങ്ങി വന്നിരിക്കുന്നതുമാണ്. പക്ഷേ അത് യാഥാർത്ഥ്യമായി തൻ്റെ മുമ്പിൽ സംഭവിക്കുമ്പോൾ വിസ്മയം പക്ഷേ വിട്ടുമാറുന്നില്ല. ശരത്ത് തൻ്റെ ഹൃദയസ്പന്ദനം അവളുടെ ഹൃദയത്തെ അറിയിക്കുന്നത്ര തീവ്രതയിൽ ജെന്നിഫറെ ആലിംഗനം ചെയ്തു. തൻ്റെ ചൂടുള്ള അധരത്തെ അവളുടെ നനഞ്ഞ മൃദുവായ അധരത്തിലേക്ക് അടുപ്പിച്ചു. ജെന്നിഫർ അതിന് കാത്തിരുന്നിട്ടെന്നതുപോലെ വസന്തത്തെ വരവേൽക്കുന്ന പനിനീർപ്പൂക്കളെ പോലെ അവൻ്റെ ചുണ്ടുകളെ സ്വീകരിച്ചു. ആദ്യമായി താൻ ചുംബിച്ച അധരത്തിൻ്റെ മധുരത്തിൽ അവൻ മതിമറന്നു. അവൻ്റെ കണ്ണുകളിൽ നോക്കി അവൾ അവനോട് പറഞ്ഞു, മോനു, നീ എന്നെ ജെന്നിഫർ, നീ, എഡി, അതുപോലുള്ള വാക്കുകൾ, അങ്ങനെ മാത്രമേ എന്നെ വിളിക്കാവൂ. ഞാൻ മൊത്തം നിൻ്റെയാ. എൻ്റെ മൊത്തം ഉടമസ്ഥാവകാശം നിനക്കാ. നിൻ്റെ ചരക്കാ ഞാൻ. നിനക്ക് ഇഷ്ടമുള്ളത് എന്തും അധികാരത്തോടെ നിനക്ക് ചെയ്യാം. വിളിക്കെന്നെ അങ്ങനെയൊക്കെ. എടി, ഹോ ശരത്തേ, ശരത്തേ, എൻ്റെ മുത്തേ, എടാ. പിന്നീട് ആവേശത്തോടെ എല്ലാ കാര്യങ്ങൾക്കും മുൻകൈ എടുത്തത് ജെന്നിഫർ ആയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ബെന്നിയുമായി ചെയ്യാൻ ആഗ്രഹിച്ച മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ ഈ രാത്രിയിൽ തൻ്റെ സ്റ്റുഡൻറ്റുമായി ചെയ്തു. തൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് ഒടുവിൽ കിതച്ചുകൊണ്ട് ജെന്നിഫർ ആൽമര ചുവട്ടിൽ തളർന്നു വീണു. ജെന്നിഫറിൻ്റെ കിതയ്ക്കുന്ന ദേഹത്തേക്കും മുഖത്തേക്കും ശരത്ത് നോക്കി. നിലാവ് അസ്തമിച്ചിരുന്നില്ല. അന്ന് തന്നെ പുൽകാൻ വന്ന് സർപ്പദംശനമേറ്റി ലോകത്ത് നിന്ന് തന്നെ വിട്ടുപോയ ബെന്നി പുനർജന്മം എടുത്തു വന്നതാണെന്ന് പോലും അവൾക്ക് തോന്നി. പാരിജാതത്തിൻ്റെ സുഗന്ധം ഇലകളിൽ നിന്ന് കാറ്റായി ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞ് ഒരു റൊമാൻറ്റിക് സ്റ്റോറി ആയിരുന്നല്ലോ. അത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റിൽ പറയണേ. അപ്പോൾ നമുക്ക് വേറൊരു സ്റ്റോറി ആയിട്ട് ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.